2025 മെയ് 24-ന് വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് പുറപ്പെട്ട് അറബിക്കടലിൽ ചരിഞ്ഞ ചരക്ക് കപ്പലിന്റെ പേര്? ഉത്തരം MSC എൽസ 3. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന നഗരമേത്? ഉത്തരം റിയാദ്. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതി ഏത്? ഉത്തരം ശക്തി. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയതാര്? ഉത്തരം ബിമൽ ഹസ്തൂക് പട്ടേൽ. ജലസംരക്ഷണ രംഗത്ത് മികച്ച പഞ്ചായത്തിനുള്ള 5ാമത് നാഷണൽ ജലശക്തി അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം പുല്ലമ്പാറ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് രംഗത്താണ് മികവ് തെളിയിച്ചത്? ഉത്തരം ജലഛായ ചിത്രങ്ങൾ. അലക്കുകാരത്തിന്റെ രാസനാമം എന്താണ്? ഉത്തരം സോഡിയം കാർബണേറ്റ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാൻ നിയമപരമായ ബാധ്യത നിശ്ചയിച്ച ആദ്യ ഉടമ്പടി ഏത്? ഉത്തരം ക്യോട്ടോ പ്രോട്ടോകോൾ. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം ഏത്? ഉത്തരം കറുപ്പ്. കണ്ണീരും കിനാവും എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം? ഉത്തരം എ പ്രഗ്നന്റ് വിഡോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം ഉഷസ്. അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷിവകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഉത്തരം മില്ലറ്റ് വില്ലേജ് പദ്ധതി. ഊമക്കളി എന്നു പരിഹസിച്ചിരുന്ന കേരളീയ കലാരൂപം ഏത്? ഉത്തരം കഥകളി. ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആന്ധ്രാപ്രദേശ്. ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന ചുരം? ഉത്തരം സോജില. എന്യൂമറേറ്റർ കഥാപാത്രമായി വരുന്ന കാരൂരിന്റെ കഥ ഏത്? ഉത്തരം മരപ്പാവകൾ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എത്ര മണിക്കൂറിനുള്ളിലാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത്? ഉത്തരം 24. സി രാധാകൃഷ്ണൻ രചിച്ച തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ളതാണ്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് മൗലിക അവകാശമാക്കിയിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമേത്? അനുച്ഛേദം 21A. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഉത്തരം ബാബ ബുദൻ കുന്നുകൾ. ലഹരി വിപത്തിനെ പറ്റി യുവജനങ്ങൾക്ക് അവബോധം നൽകാനായി എക്സൈസ് വകുപ്പ് ആരംഭിച്ച ലഹരി വിമുക്ത പ്രചാരണ പരിപാടി ഏത്? ഉത്തരം വിമുക്തി. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജ കേശവദാസൻ. അതിരാണി ഔദ്യോഗിക പുഷ്പമായ ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. തിഹാർ ജയിൽ എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി.
സമത്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതെല്ലാം? ഉത്തരം അനുച്ഛേദം 14 മുതൽ 18 വരെ. കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷമേത്? ഉത്തരം 1930. അന്നജത്തിൽ അടങ്ങിയിട്ടില്ലാത്തതും മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതുമായ ഒരു മൂലകമേത്? ഉത്തരം നൈട്രജൻ.